എമ്പുരാനെ ചൊല്ലി ലോക്സഭയിലും തമ്മിൽ തല്ല് നടക്കുകയാണ്. ബ്രിട്ടാസും ജോർജ് കുര്യനും തമ്മിലാണ് തമ്മിൽ തല്ല്. ജോർജ് കുര്യൻ ചോദിക്കുന്നത് യേശു ഭാവിയാണെന്ന് പറഞ്ഞാലും ബ്രിട്ടാസിന് കൊള്ളില്ലേ എന്നാണ്. കാരണം ക്രൈസ്തവരൊക്കെ വലിയ സങ്കടത്തിലാണ് എമ്പുരാനിലെ പല സീനുകളും കണ്ട്. 24 വെട്ടിലൊന്നും നിൽക്കില്ല, ഇത് മൊത്തം വെട്ടേണ്ടി വരുമെന്നാണ് ഇപ്പൊ ക്രൈസ്തവർ പറയുന്നത്. ബ്രിട്ടാസ് പറയുന്നതിൽ കാര്യമുണ്ടോ അതോ ജോർജ് കുര്യൻ പറയുന്നതിലാണോ കാര്യം? അല്ല, എമ്പുരാൻ സിനിമയുടെ ഒരു പൊളിറ്റിക്സ്, അതിൻ്റെ ഒരു രാഷ്ട്രീയമാണ് പ്രധാനപ്പെട്ടത്. കാരണം സിനിമ കണ്ടിറങ്ങി വരുന്ന ഓഡിയൻസിനോട് നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരതിന് നൽകുന്ന ഉത്തരം നമ്മൾ കേട്ടതല്ലേ, അടിപൊളി, ഹോളിവുഡ് പോലെയാണ്, നല്ലതാണ്, അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. പക്ഷെ പുറത്ത് അങ്ങനെയല്ല സംഭവം. പുറത്ത് അതിൻ്റെ ചർച്ച എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെ കേന്ദ്രീകരിച്ച് തന്നെയാണെന്ന് ചർച്ച നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാജ്യസഭയിലെത്തിയതും ജോൺ ബ്രിട്ടാസും അതേപോലെ തന്നെ ജോർജ് കുര്യനും തമ്മിൽ യുദ്ധം ആരംഭിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അവർ രണ്ട് ക്രിസ്ത്യാനികളാണ്. രണ്ട് ക്രിസ്ത്യാനികൾ തമ്മിൽ എന്തിനാണ് ഇങ്ങനെ യുദ്ധം നടത്തുന്നത്? അതിനുള്ള സീനുകൾ അതിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ അപൂർവമായിട്ട് മാത്രമേ അതിൻ്റെ അകത്ത് ക്രിസ്ത്യാനിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമുള്ളൂ. ക്രിസ്ത്യാനികളുടെ ഒരു ദേവാലയത്തിൽ വെച്ച് ഒരാളെ കൊല ചെയ്യുന്നു എന്ന ഒരു സൂചനയാണ് അതിനകത്തുള്ളത്. അതുമാത്രമാണ് ക്രിസ്ത്യാനിക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസത്തിനോ അല്ലെങ്കിൽ അഭിപ്രായത്തിനോ പ്രസക്തി ഉണ്ടാക്കുന്ന ഘടകമായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ബേസിക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് BJPയും അതേപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കാഴ്ചപ്പാടുകളും അതിനെതിരെ നിൽക്കുന്ന ആളുകളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഇരുഭാഗത്തിൻ്റെ വാദഗതികളാണ് പ്രധാനമായിട്ട്. ഇതൊരു ഒരു പാൻ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ രൂപപ്പെടുത്തിയ ഒരു സിനിമ. ആ സിനിമയിൽ ഒരാളുടെ സഹോദരിയെ കൊല ചെയ്ത ഒരാൾക്ക് എതിരെ നിരന്തരമായ മനസ്സിനകത്ത് കാത്തു സൂക്ഷിക്കുന്ന ഒരു പകയാണ് അതിൻ്റെ ഒരു ബേസിക് ത്രെഡായിട്ട് നമുക്ക് എടുക്കാവുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് രൂപപ്പെട്ടു വരുന്നത് ഗോദ്രയിൽ നിന്നാണ്. ഗോദ്രയിൽ തീവണ്ടി കത്തുന്നു അല്ലെങ്കിൽ കത്തിക്കുന്നു. അങ്ങനെ കത്തിക്കുമ്പോൾ നമുക്ക് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ 57ഓളം കർഷകർ ജീവനോടെ ചുട്ടരിക്കപ്പെട്ടൊരു സംഭവമാണ് ഗോദ്ര സംഭവം. ആ ഗോദ്ര സംഭവത്തിന് ശേഷമാണ് പിന്നീട് ഗുജറാത്ത് കലാപം അരങ്ങേറുന്നത്. ഗുജറാത്ത് കലാപം അരങ്ങേറുന്ന സമയത്ത് യഥാർത്ഥത്തിൽ പോലീസും അതേപോലെ തന്നെ പട്ടാളവുമൊക്കെ നോക്കുകുത്തികളായി നിന്നു എന്നുള്ളതാണ് ഭരണകൂടത്തിനെതിരായിട്ടുള്ള ആരോപണം. കാരണം ആ കലാപത്തിൽ ഏതാണ്ട് 1000ഓളം മുസ്ലിങ്ങളാണ് കൊല ചെയ്യപ്പെട്ടത്. ഏതാണ്ട് 200 ഹിന്ദുക്കളും കൊല ചെയ്യപ്പെട്ടു. ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സ്വീകരിക്കാവുന്നതോ അംഗീകരിക്കാവുന്നതോ ആയ സംഭവങ്ങളല്ല. പിന്നീട് അത് മുസ്ലിം വംശഹത്യയുടെ ഒരു പ്രശ്നമായിട്ട് ആണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ വിഷയം ഈ സിനിമയുടെ പശ്ചാത്തലമാണ് എന്നതാണ് ഈ സിനിമയെ വിവാദപരമാക്കി മാറ്റിയത്. പക്ഷേ ഒറ്റ കാഴ്ചയിൽ ആ സിനിമയിൽ ഇതെല്ലാം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് വളരെ ഇമാജിനേറ്റീവായിട്ടും ഫിക്ഷനായിട്ടും ആണ് എന്നുള്ളത് കൊണ്ടായിരിക്കണം സെൻസർ ബോർഡ് അത് കാര്യമായിട്ടുള്ള രീതിയിൽ ഇതിനെ വെട്ടാതെ പുറത്തേക്ക് വിട്ടത്. കുറേ വെട്ടൊക്കെ വെട്ടിയിട്ടുണ്ടാവും, അത് നമുക്കറിയില്ല. പക്ഷേ അതിനുശേഷം സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റോടുകൂടിയാണ് അത് പ്രദർശനത്തിന് വരുന്നത്. പ്രദർശനത്തിന് വന്നതിന് ശേഷമാണ് RSS അതിൻ്റെ മുഖപത്രത്തിൽ ഇതിനെതിരെ രംഗത്ത് വരുന്നത്. അവരെഴുതിയോടുകൂടിയാണ് അല്ലെങ്കിൽ ഓർഗനൈസർ പ്രഖ്യാപിച്ചതോടുകൂടിയാണ് എമ്പുരാൻ സിനിമ എന്ന് പറയുന്നത് ഹിന്ദുത്വ വിരുദ്ധ സിനിമയാണ് എന്ന ഒരു സെൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ അതിൻ്റെ പുറത്ത് രാഷ്ട്രീയ സംവാദങ്ങൾ ആരംഭിക്കുന്നു. ആ രാഷ്ട്രീയ സംവാദത്തിൻ്റെ ഒരു രാജ്യസഭ വേർഷനാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാനെടുത്തിരിക്കുന്നതായിട്ടുള്ള രണ്ട് കക്ഷികൾ തമ്മിലുള്ള പോരാട്ടമായിട്ട് വാക്പോരായിട്ട് കണക്കാക്കിയിരിക്കുന്നത് ജോൺ ബ്രിട്ടാസും അതുപോലെ ജോർജ് കുര്യൻ. പക്ഷേ ശരിയാണ്, ഹിന്ദു വിരുദ്ധത എന്ന് RSS പറയുന്നു. ഇതിൽ ഒരു വിഭാഗത്തിൽ മാത്രം ട്രെയിൻ എങ്ങനെ കത്തി എന്ന് പറയുന്നില്ല, കത്തിച്ചത് മാത്രമാണ് കാണിക്കുന്നതെന്ന് BJP പറയുന്നു. അവരുടെ ഭാഗം നോക്കുമ്പോൾ അത് ന്യായീകരണമായി നമുക്ക് തോന്നും. സിനിമ എടുത്തവരുടെ ഭാഗം നോക്കുമ്പോൾ അവർ പറയുന്നത് ഇതെല്ലാം ഒരു ഫിക്ഷനായിട്ട് കാണിച്ച കാര്യങ്ങളാണ്, അതിൽ ഇത്ര വലിയ പ്രശ്നത്തിന്റെ ഭാഗമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടും 24 വെട്ടവർ വെട്ടി. സിനിമ നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തുന്നു. പക്ഷേ ഇതിപ്പോ ഈ ബ്രിട്ടാസിന് പറയാൻ എന്താണ് യോഗ്യത എന്നാണ് പലരും ചോദിക്കുന്നത്. കാരണം TP51 വെട്ടെന്ന് പറയുന്ന ഒരു സിനിമ, TP51 വെട്ടെന്നില്ല, TP51 എന്ന് കേൾക്കുമ്പോൾ സഹാക്കന്മാർക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്.
ആ സിനിമയെ ഇറക്കാൻ സമ്മതിക്കാത്തവർ, ലവ് ജിഹാദിന്റെ പേരിൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ വന്നപ്പോൾ അത് പ്രശ്നമാക്കിയവർ, കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞൊരു സിനിമ വന്ന് പ്രശ്നമാക്കിയവർ, അവർക്ക് ഈ ഹിന്ദു വിരുദ്ധത പറയുമ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കൈകടത്തൽ, ഇതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അല്ല, ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളായ എല്ലാവരും എപ്പോഴും ഭരണകൂടത്തിനെതിരെ വരുന്ന ശബ്ദങ്ങളെ നിശബ്ദമാക്കാൻ ആഗ്രഹിക്കും. ഇപ്പോൾ TP51 വന്ന സമയത്ത് യഥാർത്ഥത്തിൽ CPM അതിനെതിരെ നിലനിന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ, CPM ആണ് അവിടെ ഭരണകൂടം. ആ ഭരണകൂടത്തിനെതിരെയുള്ള ശബ്ദമായിട്ടാണ്, പ്രതിഷേധ ശബ്ദമായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിരോധമായിട്ടാണ് TP51 എന്ന് പറയുന്ന സിനിമ വരുന്നത്. അവരതിനെ എതിർക്കുന്നത് ഏത് ഭരണകൂടവും നിർവഹിക്കുന്നതായിട്ടുള്ള പ്രക്രിയയുടെ പാർട്ട് എന്ന നിലയ്ക്കാണ്. അവിടെ CPM ആയിരുന്നെങ്കിൽ ഇവിടെ BJP ആണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. സത്യത്തിൽ അങ്ങനെ ഭരണകൂടങ്ങൾ പ്രവർത്തിക്കരുത്, പെരുമാറരുത് എന്നതാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ആവശ്യം. അതാണ് കാരണം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് പറയാൻ ഒരു സമൂഹത്തിൽ അവകാശമുണ്ടാകുന്ന സമയത്ത് മാത്രമാണ് ആ സമൂഹത്തിന് ജനാധിപത്യ സ്വഭാവം ഉണ്ടാകുള്ളൂ. ഇപ്പോൾ CPM പലപ്പോഴും CPMനെതിരെ വരുന്ന ശബ്ദങ്ങളെ നിശബ്ദമാക്കാനായിട്ട് ശ്രമിക്കുന്നു. BJP അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ BJPയും CPMഉം എടുക്കുന്നതായിട്ടുള്ള നിലപാടുകൾ വിഷയങ്ങളെ ആസ്പദമാക്കി വ്യത്യസ്തമാകുന്നു എന്നല്ലാതെ വേറെ അടിസ്ഥാനപരമായ എന്ത് വ്യത്യാസമാണെന്ന് വെച്ചാൽ ഒരു വ്യത്യാസമില്ല. രണ്ടുപേരും ഒരേപോലെയാണ് ഈ വിഷയത്തെ കണക്കാക്കുന്നത്. ഇതിന് പുറത്ത് നിന്നുകൊണ്ട് മാത്രമേ ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിക്ക് ചിന്തിക്കാനായിട്ട് കഴിയുള്ളൂ. പക്ഷേ അങ്ങനെ ചിന്തിച്ചിട്ട് എന്താ കാര്യം? ഭരണകൂടത്തിൻ്റെ ആധിപത്യവും അധികാരവും എപ്പോഴും അതിശക്തമായിരിക്കും. ആ ശക്തമായിട്ടുള്ള അധികാരം ഉപയോഗിച്ച് അവർ എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കാൻ ശ്രമിക്കുമ്പോഴും യാഥാർത്ഥ്യങ്ങൾ അല്ലേ മാഷെ വിളിച്ചു പറയേണ്ട. ഒരു സിനിമ കുറേ ആളുകളെങ്കിലും സ്വാധീനിക്കും. ഇപ്പോൾ എന്നെയൊക്കെ സ്വാധീനിച്ച കുറേ സിനിമകളുണ്ട്. അപ്പോൾ അങ്ങനെ സിനിമകൾ ഇപ്പം എല്ലാവരെയും സ്വാധീനിക്കുമ്പോൾ മാഷ് കാണുന്ന രീതിയിലായിരിക്കില്ല. ഞാൻ മാഷ് ഒരുപാട് വായിക്കുന്ന ഒരാളാണ്. സിനിമയെ സിനിമയായി കാണാൻ മാഷിനറിയാം. ഒരു സിനിമയിലെ ചില ഡയലോഗുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ മാഷിൻ്റെ കണ്ണ് നിറയില്ല. അത് സിനിമയാണ്, അത് അഭിനയിക്കുന്നതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു സിനിമയിൽ ഒരു അമ്മയും മകനും തമ്മിലുള്ള അതിതീവ്രമായ കാര്യങ്ങൾ വികാരഭരിതമായി സംസാരിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ചില സിനിമകൾ മനുഷ്യനെ അല്ലെങ്കിൽ തലമുറ യുവത്വത്തെയൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലെ എൻ്റെ മകൻ സിനിമ കാണാൻ പോയിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞത്, ഓ ഇതാണോ ഗുജറാത്തിൽ നടന്നത്? അപ്പോൾ മുസ്ലിങ്ങളെ ഇവരിങ്ങനെ ഇല്ലാതാക്കിയത്. ചരിത്രം അല്ല ഇവർ പരിശോധിക്കുന്നത്, ചരിത്രത്തിൽ നടന്ന കാര്യങ്ങളല്ല, സിനിമയാണ് ഇവരുടെ മനസ്സിലേക്ക് ആ സിനിമയുടെ അല്ലെങ്കിൽ ആ സിനിമ നൽകുന്ന ഒരു സന്ദേശമാണ് വരുന്നത്. അപ്പൊ ഇതൊരു തെറ്റായ രീതിയിലല്ലേ? അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് അത് കാണിക്കുകയല്ലേ വേണ്ടത്? അവിടെ യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളൊന്നും കാണിക്കാനായിട്ട് പറ്റുന്നതാണ് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും നമ്മുടെ സമൂഹത്തിന് ശേഷിയില്ല എന്നുള്ളതാണ്. കാരണം അതൊരു ദുരന്തം സംഭവിച്ചു. ഗോദ്രയും അതുപോലെ തന്നെയാണ്. ഗോദ്രയ്ക്ക് ശേഷമുള്ള ഗുജറാത്തും അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഗോദ്രയിൽ നമുക്കറിയാം, തീവണ്ടി കത്തിക്കുമ്പോൾ അതിനകത്തിരുന്ന ആളുകൾ വർഗീയവാദികളൊന്നും അല്ലല്ലോ. അവർ പാവങ്ങൾ, കർഷകരായി പോയി അവർ തിരിച്ചു വരുന്നു. പക്ഷേ ആ പ്രത്യേക പ്രദേശത്തിൻ്റെ സ്വഭാവ സവിശേഷതയിൽ അവിടെ ഉണ്ടായ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉന്തുന്തള്ളും അടിയുമൊക്കെയാണ് വലിയ കലാപമായിട്ട് മാറുകയും പുറത്തു നിന്ന ആളുകൾ മണ്ണെണ്ണായി തുണിയൊക്കെ മുക്കി അതിനകത്തേക്ക് വലിച്ചെറിഞ്ഞ് അങ്ങനെയാണ് ആ ബോയ്ക്കകത്തുള്ള ആളുകൾ ജീവനോട് ചുട്ടരിക്കപ്പെട്ടത്. അതെങ്ങനെയാണ് നമുക്ക് വീണ്ടും പറയാനായിട്ട് പറ്റുന്നത്? അത് അതിഭീകരമായ ദുരന്തമാണ്. ഒരു എന്താണ് വലിയൊരു നമുക്ക് പറയാൻ ഒരു കൂട്ടക്കൊലയാണ്. മനസ്സിലായില്ലേ? അതിന് എല്ലാ ശേഷി ഉപയോഗിച്ച് നമ്മൾ എതിർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനെ തുടർന്ന് സംഭവിച്ചത് അതിനേക്കാൾ ഭീകരമായിപ്പോയി. അതിനേക്കാൾ ഭീകരമായി പോകുന്നു എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൻ്റെ വായനയിലൂടെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഭരണകൂടം നോക്കുകുത്തിയായി നിന്നിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുജറാത്തിൽ എപ്പോഴും ഏത് സമയത്തും കലാപങ്ങളുണ്ടായിരുന്നു. ഇതിക്ക് മുമ്പും പല സമയത്തും കലാപങ്ങളുണ്ടായിരുന്നു. കാരണം എപ്പോഴും ഈ ഹിന്ദുക്കളും അതേപോലെ മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു സ്പർദ്ധ ശക്തമായി നിൽക്കുന്ന ഒരു പ്രദേശമാണത്. കാരണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗോദ്ര ഉണ്ടാകുന്നത്. പിന്നീട് അവിടുത്തെ പ്രാദേശിക പത്രങ്ങളും അതേപോലെ തന്നെ മറ്റും പലരും നടത്തിയ തെറ്റായിട്ടുള്ള പ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടി ആണ് അവിടെ വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെടുകയും ആ കലാപത്തിൽ നിരവധി മനുഷ്യർ മരിച്ചു വീഴുകയും അവരിൽ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളായി തീരുകയും ചെയ്തു. അതുകൊണ്ടാണ് ഏതാണ്ട് 1000-ഓളം മുസ്ലിങ്ങൾ മരിച്ചു വീണു. അതോടൊപ്പം തന്നെ 200-ഓളം ഹിന്ദുക്കളും മരിച്ചിട്ടുണ്ട്. ഇത് ഈ കലാപത്തിൻ്റെ ഒരു
ബാക്കി പത്രമാണ്. ഉം. അത് സത്യസന്ധമായി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് നടക്കും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം വീണ്ടും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനോ മാത്രമേ സഹായിക്കുകയുള്ളൂ. ഇപ്പോൾ ഫിക്ഷണലൈസ് ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിക്കാം, ഉം. അത് സ്വാഭാവികമായിട്ടും ചിലർക്ക് തോന്നും അത് തങ്ങൾക്കെതിരാണ് എന്ന് തോന്നും. അപ്പോൾ അവരതിന് പ്രതിഷേധിക്കും. അതാണ് BJPയുടെ ഒരു പ്രതിഷേധമായിട്ട് നമ്മളിവിടെ കണക്കാക്കേണ്ടത്. ഈ ബ്രിട്ടാസ് പറയുന്നതിനോട് മാഷ് യോജിക്കുന്നുണ്ടോ? ബ്രിട്ടാസിന്റെ ഇത്തരം നിലപാടുകളോട്? അല്ല, ബ്രിട്ടാസ് പറയുന്ന ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നത്തെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വർഗീയ പ്രശ്നങ്ങളുടെ കൂടി ഒരു പ്രതിഫലനമായിട്ടത് മാറുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടാസിന് പറയാം, ബ്രിട്ടാസിന് മാത്രമല്ല ഏതൊരു പൗരനും ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാം. ഞാനത് കേട്ട സമയത്ത് ജോർജ് കുര്യൻ പറഞ്ഞ ഐ ആം എ ക്രിസ്ത്യൻ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എൻ്റെ മതത്തെ ഈ സിനിമ ആക്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയിലും കേരളത്തിലും കമ്മ്യൂണിസ്റ്റുകാർ തന്നെ സത്യത്തിലില്ല. പക്ഷെ ജോർജ് കുര്യൻ പറയുന്നത് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ മതങ്ങളെയും ആക്രമിക്കുന്നു എന്നാണ് അദ്ദേഹം രാജ്യസഭയിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പോകാതെ നമുക്ക് നമ്മുടെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. രാഷ്ട്രീയം ഇങ്ങനെയാണ്, ഈ വിവാദങ്ങളിലൂടെയാണ് എപ്പോഴും രാഷ്ട്രീയം എന്ത് ചെയ്യുന്നത്, പതച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവമാണ് അതിൽ പ്രധാനമായിട്ടും മുൻപ് നിൽക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.